ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയുടെ ഹീറോയിനാണ് കേട്ടോ. ഹീറോയിൻ്റെ പേരാണ് ഷെന്ന്. അപ്പോൾ ഷെന്നാണെങ്കിൽ അവളുടെ ജോലി എന്ന് പറയണത് കുപ്പികളൊക്കെ എടുത്ത് കളക്ട് ചെയ്യട്ടോ, അതായത് കുപ്പികൾ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് അവൾ ജീവിക്കണത്. അപ്പോഴേക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു റിച്ച് മാനാണ് കേട്ടോ. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ കുട്ടീനെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ കുട്ടിയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് പറയാണ്, അമ്മ ഡാഡിയുടെ ബർത്ത്ഡേ വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സേവിങ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടിയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നമുക്ക് ഡാഡിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടിയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയും അതുപോലെ തന്നെ പേരൻറ്റും വരുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഈ കുട്ടീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഡ്രസ്സൊക്കെ ഡേർട്ടി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതൊക്കെ കളക്ട് ചെയ്യണമല്ലോ, ജോലി ബോട്ടിൽസൊക്കെ. എന്നിട്ട് ഇവരാണെങ്കിൽ ഭയങ്കര രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള കുട്ടികളെ കൂടി നീ കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പാരൻറ്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന് ഹസ്ബൻഡ് ഉണ്ട്. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തിരിഞ്ഞ് നോക്കണില്ല കേട്ടോ. 10 വർഷമായിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് നല്ല ഫീലൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുട്ടി പറയാൻ ഡാഡി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഉണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കുട്ടീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആവേണ്ട. എന്നിട്ട് ഇവളാണെങ്കിൽ പോകാൻ നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് വേറൊരു കുട്ടിയാണെങ്കിൽ ഓടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുട്ടി ഓടിപ്പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് ആളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സാഡാൻ വേണ്ടി ഇവളുടെ പേര് യായോ എന്നാണ് കേട്ടോ. നമുക്ക് യാ എന്ന് വിളിക്കാം. അപ്പോൾ യായ്ക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഈ ഹീറോയിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ആ കുട്ടീൻ്റെ അടുത്ത് പൊക്കി കഴിഞ്ഞിട്ട് കുഞ്ചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനും കുട്ടീനാണെന്നും നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് നോക്കില്ല. പകരം വേറൊരു പെണ്ണിനും അതുപോലെ അതിൻ്റെ കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ കുട്ടീനെ ഡാഡിന്ന് വരെ വിളിക്കാൻ ഇയാൾ സമ്മതിക്കില്ല. ഈ കൊച്ചാണ് ഡാഡിന്ന് വിളിക്കുന്നത് കേട്ടോ, അതായത് വേറെ പെണ്ണിൻ്റെ കുട്ടി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് വിഷമാവേണ്ടി. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, യായോ അത് നിൻ്റെ ഡാഡി അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഹെർട്ട് ആവുന്നുണ്ട്. കുട്ടിക്ക് ഭയങ്കര വിഷമിക്കാവുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കുട്ടി ഡാഡീനെ കാണുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാഡി ആണെങ്കിൽ കുട്ടീനെ വന്ന് സ്നേഹിക്കുകയോ തൊടോ ഒന്നും ചെയ്യണില്ലല്ലോ. അതിന് മുന്നിൽ വെച്ചിട്ട് വേറൊരു കുട്ടീനെ അല്ല കുഞ്ചിക്കണത്. അപ്പോൾ അത് കണ്ട് അവൾക്കും ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടി ഒക്കെ അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡും അതുപോലെ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാം, ആ പെണ്ണും ആ കുട്ടിയും കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പാവുണ്ട്. ഇത് വന്ന് നോക്കി എന്നിട്ട് ഇവൾക്ക് ഭയങ്കര സാഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിനും അവൻ്റെ ആ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കേട്ടോ. അതായത് ആ കുട്ടി ജനിച്ച പിന്നെയാണ് ഭാഗ്യമൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കണത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ അതുപോലെ തന്നെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് മാരേജ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഹീറോയിൻ്റെ ഹസ്ബൻഡ് നല്ലൊരു പൊസിഷനൊന്നും ആയിരുന്നില്ല. ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഭയങ്കര റിച്ച് ആയിട്ട് മാറിയത് കേട്ടോ. എന്നിട്ട് ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കും. ആ സമയത്ത് ഇവളൊക്കെ ഇതുപോലെ ബോട്ടിലൊക്കെ ശേഖരിക്കാൻ പോയിട്ടായിരിക്കും നമ്മുടെ ഹസ്ബൻഡിനെ നോക്കിയിട്ടുണ്ടായിരിക്കുക കേട്ടോ. അതുപോലെ കറണ്ട് ബില്ല് എന്ന് വേണ്ട എല്ലാ സകല കാര്യങ്ങളും ഇവളായിരിക്കും കൺട്രോൾ ചെയ്യേണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡാണെങ്കിൽ ഇവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവളെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇവൾ ജോബിനൊക്കെ പോകുന്നുണ്ടല്ലോ. എന്നിട്ട് ഹസ്ബൻഡ് പറയുന്നുണ്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, നമുക്ക് എന്തായാലും നല്ലൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിന്നെ രീതിയിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹസ്ബൻഡാണെങ്കിൽ അവൾക്ക് പ്രോമിസ് ഒക്കെ കൊടുക്കണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഓർക്കണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് പറയാണ്, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. ഡാഡി എന്തോ ഒരു മീറ്റിങ്ങിലാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഫൂന്നാണ്. ഫൂ ആണെങ്കിൽ ആ പെണ്ണിനും അതുപോലെ ആ കൊച്ചിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് കൊഞ്ചി സംസാരിച്ചിട്ട് അവർക്ക് ഫുഡൊക്കെ വാരി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുട്ടിയും ഹീറോയിനും സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ഫൂ ആണെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ഫൂ കേട്ട് കഴിഞ്ഞിട്ട് കേട്ടക്കാത്ത പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഫൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫൂവിൻ്റെ ഡാഡിന്ന് വിളിച്ച കുട്ടിയുണ്ട്, അതായത് ഈ പെണ്ണിൻ്റെ കൊച്ചി. ഈ കൊച്ചാണെങ്കിൽ പറയാണ്, ഡാഡി നമുക്ക് എന്തായാലും നെക്സ്റ്റ് നമ്മൾക്ക് എന്തായാലും അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫൂവും ശരി മോനെ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വന്തം കുട്ടീനെ അവഗണിച്ചിട്ട് മറ്റുള്ള കുട്ടീനെ നല്ല രീതിയിൽ ഹാപ്പി ആക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിന് സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ കുട്ടീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ.
പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ തിങ്സൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡും ഹീറോയും സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. ഹീറോയിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടൊരു ലൈഫാണ്, റിച്ച് ആയിട്ടൊരു ലൈഫിലാണ്. അതുപോലെ തന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടും ആ കുട്ടിയും അവൻ്റെ വീട്ടിലാണ്. നമ്മുടെ ഹീറോയിനും കുട്ടിയും വേറൊരു പ്ലേസിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടിയോട് ചോദിക്കേണ്ടിയോ നീ അച്ഛൻ്റെ കൂടെയാണ് അമ്മയുടെ കൂടെയാണ് നിൽക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഞാൻ അമ്മയുടെ കൂടെയാണ് നിൽക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീനെ ഇതുവരെ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അമ്മ തന്നെയാണ് ഇവിടെ നോക്കിയേക്കണത് കേട്ടോ. എന്നിട്ട് പറയാണ് ആക്ച്വലി അമ്മ സെപ്പറേറ്റഡ് ആകാൻ പോകാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയേണ്ട ആദ്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ നിന്നാണെങ്കിൽ ടൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ കുട്ടിയാണെങ്കിൽ കുറച്ച് ബോട്ടിലുകളൊക്കെ ശേഖരിക്കുന്നുണ്ടോ. അതായത് ഇവളുടെ ഡാഡിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഈ ഫോണിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഈ കുട്ടീനാണെങ്കിൽ ഭയങ്കര രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഈ ചെക്കൻ പറയുകയാണ് അത് ഇവള് ക്യാഷ് കട്ടെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഡാഡി എന്നെ വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ എല്ലാ കുട്ടികളും പറയുകയാണ് ഇവള് കള്ളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഈ പറയുകയാണ് നീ എന്നെ ഡാഡിന്ന് വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്, നീ എന്നെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം സ്വന്തം ഡാഡിന്ന് വിളിക്കേണ്ട അങ്കിൾ എന്ന് വിളിച്ചാൽ മതി ഇവൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മുടെ കുട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടായിരിക്കില്ല. എന്നിട്ട് കുട്ടിയാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ ഡാഡിനെ വിളിക്കില്ല അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പറയുകയാണെങ്കിൽ നീ ഈ കുട്ടിയോട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരുടെ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കുട്ടിയോട് ഇട്ടാ. അപ്പോൾ ഈ സമയത്ത് ഉണ്ടല്ലോ ആ കുട്ടി എന്ത് ചെയ്യുന്ന അറിയട്ടെ, നമ്മുടെ യോനാണെങ്കിൽ ഒരു ബോൾ എടുത്ത് എറിഞ്ഞിട്ട് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് മറ്റു പേരൻസും കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ബുള്ളി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ വന്നിട്ട് ചോദിക്കേണ്ട എന്താ പ്രശ്നമൊക്കെ നമ്മുടെ യോനെ കരഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ജോബ് എന്ന് പറയുന്നത് ബോട്ടിൽ കളക്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇതൊരു ഡേർട്ടി ജോബാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലുള്ള ആളുടെ കുട്ടിയൊന്നും ഈ സ്കൂളിൽ പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ ടീച്ചേഴ്സും മറ്റു പാരൻറ്റും ഒക്കെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമിക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടില്ല. എന്നിട്ട് പറയാണ് ഞാൻ ഡാഡിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലൊക്കെ കളക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴല്ലേ ഈ വന്നിട്ട് മനസ്സറിയണില്ല കേട്ടോ. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് വാ മോളെ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്തുണ്ടല്ലോ ആ ചെക്കനുണ്ടല്ലോ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കുട്ടി, ആ ചെക്കൻ എന്താണെന്ന് പറയട്ടെ കുറച്ച് ക്യാഷ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ യോനെ മോത്തിക്കിട്ട് കൊടുക്കുക. എന്നിട്ട് പറയാണ് ഇന്നാ നിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ യോയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻസിഡൻ്റ് ആയില്ലോ, ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ക്യാഷൊക്കെ എടുത്ത് പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ എന്നിട്ട് നമ്മുടെ ഈ ഫോണിൻ്റെ മോത്തിക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ പറയാണ് നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായിരുന്നു ചോദിക്കുന്നുണ്ട്, സ്വന്തം കുട്ടീനെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ റിലേഷനും അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നല്ലൊരു മാസമായിട്ട് ഒരു മറുപടി കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ ഉണ്ടല്ലോ ഫോൺ നോക്കിയിട്ട് പറയാണ് ഗുഡ് ബൈ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളും അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്നെ ഡാഡിന്ന് വിളിക്കണ്ടെന്ന്. അപ്പം നമ്മുടെ ഫോനാണെങ്കിൽ ഒരു മനസ്സറിവില്ല കേട്ടോ, അവൻ ചെയ്ത് തെറ്റെന്നൊന്നും അവന് മനസ്സിലാവണില്ല. ഇവനാണെങ്കിൽ ഇവർ പോയിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോക്കാണെങ്കിൽ ഉണ്ടല്ലോ കാലിൽ ഇത് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്താണെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ അത്ര പൈസ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇതോടെ നമ്മുടെ ഹീറോയിനുള്ള പൈസ എടുത്തിട്ട് നമ്മുടെ ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇത് പോരാന്ന് പറയുന്നുണ്ട്, കുറച്ചും കൂടി എമൗണ്ട് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി ആണ് കേട്ടോ. നമ്മുടെ ഹീറോ വരാണ്. എന്നിട്ട് ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എത്ര പേയ്മെൻറ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നത് ഇത്ര പേയ്മെൻറ്റാന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നത് അത് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറും ഓക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ സംസാരിക്കുകയാണ് ഹസ്ബൻഡ് എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ പറയുന്നുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിൻ്റെ മേലെ ഒരു ക്രഷൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഇവളെ സീനിയർ ആയിരിക്കും. എന്നിട്ട് നേഴ്സ് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പുറത്തെ വാർഡിലാണെങ്കിൽ
നമ്മുടെ ഫൂ ഉണ്ടല്ലോ ആളാണെങ്കിൽ ഡോഗിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ ഡോഗിനെ എന്തോ പറ്റിയിട്ട്. അപ്പോൾ ഇതേ സമയത്ത് സ്വന്തം കുട്ടി ഇപ്പോഴത്തെ വാടക എടുക്കുന്നുണ്ട്. കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഡോഗിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ ഫൂ ചോദിക്കേണ്ട എന്താ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതേ സമയത്ത് ഫൂ പറയുകയാണ് നീ എന്താ എന്നെ അറിയിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ കുട്ടീനെ കെയർ ചെയ്യണില്ല, നിങ്ങൾ പറഞ്ഞത് കുട്ടീനെ ഡാഡെന്ന് വിളിക്കണ്ടല്ലോ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നെയും എൻ്റെ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇത്ര വർഷമായിട്ട് നിങ്ങൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനെ പറയുന്നത് ആക്ച്വലി എന്ന് പറയുന്നത് അവൾ റിച്ച് പേഴ്സൺ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ കാണാതായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഒറിജിനൽ ഫാദർ വരുന്നുണ്ട്. ഈ ഫാദർ എന്ന് പറയുന്നത് തന്നെ ഹാങ് ഗ്രൂപ്പിൻ്റെ ഓണറാണ് കേട്ടോ. ഹാങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വീട്ടിലൊരു റിച്ച് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിലൊക്കെയാണ് നമ്മുടെ ഇവളെ ഹസ്ബൻഡൊക്കെ ജോബ് ചെയ്യണത് കേട്ടോ. അവൻ ഫൂ ഗ്രൂപ്പിലാളാണ്. എന്നിട്ട് നമ്മുടെ ഫാദർ പറയുന്നുണ്ട് ഇനി മോൾ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ കെയർ ചെയ്യാത്ത നിൻ്റെ ഹസ്ബൻഡിനെ നീ നോക്കണ്ട, കുട്ടി നീയും വായോ, നിന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫാദർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവനെ ഞാൻ എന്തായാലും ശരിയാക്കി കൊടുക്കുന്നുണ്ട്, എൻ്റെ മോളെങ്ങനെ ബുള്ളി ചെയ്തിട്ട് ഒരു സർവൻ്റാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കണം. എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. അതായത് ഇവരും നമ്മുടെ ഇവളുടെ ഹസ്ബൻഡിൻ്റെ കമ്പനി തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ടായിരിക്കും, അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ വിവരമാണെങ്കിൽ നമ്മുടെ ഇവൻ്റെ അച്ഛനുണ്ടല്ലോ ഫോണിൻ്റെ ഫാദർ അറിയുന്നുണ്ട്. എനിക്ക് ഫോണ് വിളിച്ച് പറയുന്നുണ്ട് നീയും അതുപോലെ തന്നെ ഹാങ് ഗ്രൂപ്പായിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവനൊന്നും മനസ്സിലാവണമെങ്കിൽ ഇവനറിയില്ല നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആളെ മോളാണെന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കറിയില്ല, എന്തായാലും ആളുടെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ ആളുടെ പേരക്കൂട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ പാർട്ടിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഞാനും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനുണ്ടല്ലോ ആളാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വീട് കാണുന്ന സമയത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ആവുന്നുണ്ട്. വീട് കണ്ടൊരു കൊട്ടാരം പോലെ ഉണ്ട്. അവിടുത്തെ സെർവൻസ് ഒക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനും കുട്ടീനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ആയിട്ട് നമ്മുടെ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നത് ഞങ്ങളുടെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അസിസ്റ്റൻ്റ് പറയാണ് അതെയോ ഇത് നിൻ്റെ വീടാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ലിറ്റി പ്രിൻസസ്സാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് യോഗയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള റൂമൊക്കെ ഉണ്ട്, അവിടെ കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പ സെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് യോയുടെ റൂം കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെർവൻസും ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ മേലിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് 3 ബ്രദേഴ്സ് ഉണ്ട്, അവരിതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മാസ്റ്റർക്കാണെങ്കിൽ ആളെ മോള് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആക്കാണ് കേട്ടോ. അതായത് അവൾ നല്ല രീതിയിൽ ലുക്കായിട്ട് ഒരുങ്ങി വരാണ് കേട്ടോ. എന്നിട്ട് അവൾ തന്നെ പറയാണ് ഞാൻ ഇത്ര വർഷം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു, ഇനി ആ പഴയ ഷെന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ മിററിൻ്റെ മുന്നിൽ നിന്ന് പറയാണ് ഓൾഡ് ഷെന്നിന് ഗുഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതായത് കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇവളാണെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്തുണ്ടല്ലോ അവളെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ട് കേട്ടോ. ഇവ കണ്ടിട്ട് ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് എന്തെങ്ങനെ നോക്കണേന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അല്ല ലുക്ക് മൊത്തത്തിൽ മാറി നല്ല സൂപ്പറായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് മാന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ഹസ്ബൻഡ് എന്തായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഹസ്ബൻഡായിട്ടുള്ള ഇഷ്ടം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇവന് നല്ല സന്തോഷമായിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ടില്ല. എന്നിട്ട് ഇവൻ പറയാണ് എന്തായാലും ആ ഒരു യൂസ്ലെസ് പേഴ്സൺ തന്നെ നിൻ്റെ ജീവിതത്തിന് പോകണം നല്ലതെന്നൊക്കെ നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ സ്മൈൽ കാണുമ്പോണ്ടല്ലോ നമ്മുടെ ഹീറോയും ചോദിക്കേണ്ടത് എന്തേ ചോദിക്കുമ്പോൾ ഇവനും പറയേണ്ടത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ തീരുമാനം നന്നായി എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒറ്റ ഇതിനും കെയർ ചെയ്യാത്ത ആളെ നീ ഉപേക്ഷിക്കുന്നതിന് നല്ലതെന്ന് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ മനസ്സിൽ പറയാണ് ഞാൻ എത്ര വർഷമായിട്ട് ഇതിനെ സീക്രറ്റായിട്ട് ലവ് ചെയ്യണമെന്ന് എനിക്കറിയുമെന്ന് ഇവ മനസ്സിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ആക്ച്വലി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇവനൊരിഷ്ടം പറയാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് കേട്ടോ. അതൊരു ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിനും അതുപോലെ നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഫൂം, ആളും നമ്മുടെ ഹീറോയൊക്കെ ഒരു കോളേജിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവ സീനിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ബൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് ആ ഫൂ ഉണ്ടല്ലോ, ആ ഫൂ ആണെങ്കിൽ നമ്മുടെ
ഹീറോയിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ആ പ്രൊപ്പോസലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവൻ പോകുകൊണ്ട് റിങ് അവളെ കയ്യിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ദൂരെ നമ്മുടെ ഹീറോ കണ്ടിട്ട് അവനാണെങ്കിൽ ഭയങ്കര സാഡാവുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അവ ആലോചിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൂം അതുപോലെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ആ പെണ്ണും കൂടി വരാണ് ആ കോഫിലേക്ക്. അപ്പോൾ ആ കഫേയിൽ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഫൂ ആണെങ്കിൽ ഹീറോയിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ടത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇവളെന്ത് എവിടെ എന്നാണ് ചോദിക്കണം. അത് ഇവളെ കൂടെ ആരാണ് വേറൊരാളെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഈ ഫോനെ കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയേണ്ടത് നമുക്ക് ഈ കഫേയിൽ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ പ്ലേസ് അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫോനെ കാണുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതായത് അത്രത്തോളം അവൾ വെറുത്തിട്ടുണ്ട്. അതാണ് അവൻ്റെ മുഖം കാണുന്ന പോലെ അവൾക്ക് ഇഷ്ടമല്ല. അതാണ് ഇവിടുന്ന് പോകാമെന്ന് പറയാനിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ച് പോകുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ കോൾ ചെയ്തിട്ട് ക്ഷണിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവേണ്ട കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഈ ഫൂ വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ലുക്ക് മൊത്തത്തിൽ മാറില്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു അക്ഷരം ഇട്ടില്ല കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇവന് വേണ്ടിയിട്ടാണ് നീ എന്നെ ഡിവോഴ്സ് ചെയ്തെന്നൊക്കെ ഈ ഫൂ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡിവോഴ്സ് പേപ്പർ അവിടെ നിന്ന് സൈൻ ചെയ്തിട്ടായിരിക്കും അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയുകയാണ് നീ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഒരാളെ കറക്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങളെന്തിനാ എൻ്റെ ലൈഫിൽ ഇടപെടണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ബിസിനസ് അല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഫോനാണെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഫൂ എന്ത് ചെയ്യുന്ന പറയട്ടെ നമ്മുടെ ഹീറോക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിക്കണ വശം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫൂ ആണെങ്കിൽ ഉണ്ടല്ലോ സംസാരിക്കുകയാണ് നീ എന്തിനാ മാരേജൊക്കെ കഴിഞ്ഞ വുമനൊക്കെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ചോദിക്കണത് കേട്ടോ. അവിടെ എൻ്റെ വൈഫാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള റിലേഷനൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഫൂ പറയാണ് ഓ നിനക്ക് റിച്ച് ആയിട്ടുള്ളൊരു മാനെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നീ എന്നെ വിട്ടുപോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ മോശമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫൂ പറയുകയാണെങ്കിൽ ഇവന് വേണ്ടിയിട്ടാണല്ലോ നീ ഡിവോഴ്സ് പേപ്പറൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു അക്ഷരം എന്നോട് വീട്ടിൽ നിന്ന് പോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ എന്ന് ചെയ്യുന്ന അറിയട്ടെ നമ്മുടെ ഹീറോയിനെ ഫൂ അടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവളാണെങ്കിൽ തിരിച്ചൊരടി നമ്മുടെ ഫോണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ച വശം നമ്മുടെ ഫൂ ആണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഫ്ലാറ്റായി പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രതികരണം അവ ഒട്ടും തന്നെ വിചാരിച്ചില്ല കേട്ടോ. ഹീറോയിൻ പറയുന്നൊരു സൈലൻ്റ് ആയിരുന്നല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അവൾ റിയാക്ട് ചെയ്യില്ല. കാരണം ഇവനെ അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവളാണ് നമ്മുടെ ഈ ഫോനാണെങ്കിൽ ഇവിടെ അടിച്ചത് അത് വേറൊരു ചെക്കന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഫൂവും കൂടി നടന്നു വരുന്ന സമയത്തെ ഒരു സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞിട്ട് ഇവർ ഇടിക്കണ്ടായിരിക്കും. അപ്പോൾ ഇതേ ടൈമിൽ ഇടിക്കണ വശം നമ്മുടെ ഫൂ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ സ്ട്രേഞ്ചർ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സോറി പറയാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ സ്ട്രേഞ്ചർക്കാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ നിന്നോട് സോറി പറഞ്ഞു ചോദിക്കണ്ട അതിന് നീ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഫോണിൻ്റെ മേലെ തട്ടി കയറണം. എന്നിട്ട് ഫോനാണെങ്കിൽ അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ഫോണൊന്നും മിണ്ടില്ല. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇയാൾക്കിട്ട് നല്ല പെട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിങ്ങൾ ആരാ എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ ഫൂ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൺട്രോളാക്കിയിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫൂനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫൂ ആലോചിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോനെ അന്ന് അയാൾ അടിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അയാൾക്ക് ഇട്ടൊരു അടി കൊടുത്തത്. പക്ഷേ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ തന്നെ നമ്മുടെ ഫോണിട്ട് അടിച്ചുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവ ആലോചിക്കുന്നത് അതും വേറൊരു പേഴ്സണിന് വേണ്ടിയതാണ് അവ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവനാണ് അത് കണ്ട് ഷോക്കാവേണ്ടി. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് എന്തായാലും ഡിവോഴ്സ്ഡ് ആയില്ലെന്ന് പറയുന്നുണ്ട്. ഇനി എന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ സ്റ്റോറി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് അവൾ ഷോക്കാവേണ്ട അവൾ എന്ത് മറുപടി പറഞ്ഞൊന്നും കാണിക്കണ്ട. പിന്നീട് നമ്മുടെ പോവുകയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ റൂമുണ്ടല്ലോ ആ സമയത്താണെങ്കിൽ
അവിടുന്ന് ഫ്ലവർ എടുത്ത് എറിയാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എറിയാൻ പോണ സമയത്തുണ്ടല്ലോ ഇത് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിനായിരിക്കും കേട്ടോ. അതായത് ഇവരൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഇവള് പ്രസൻ്റായിട്ട് കൊടുത്തതായിരിക്കും എനിക്ക് പറയുന്നുണ്ട്. നല്ല ഭംഗിയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പ്ലേസിൽ വെക്കാമെന്നൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ഫൂവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഫൂ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇവള് പറയേണ്ടത് എന്താണെന്ന് പോലും അവൻ മനസ്സിലാക്കില്ല. എന്നിട്ട് അവനും ആനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അവ ആലോചിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാങ് ഫാമിലി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി, അവിടേക്കാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഫൂവും അതിൻ്റെ ഗേൾ ഫ്രണ്ടും കുട്ടിയും കൂടി വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പേരക്കുട്ടീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ സമയത്തായിരിക്കും വരണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫൂ വരണത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിനെ കണ്ട് സംസാരിക്കണം. കാരണം ഇവരായിട്ടുള്ള കൊളാബറേഷനാണ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫൂ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഇയാളുടെ പേരക്കുട്ടി എന്ന് പറയുന്നത് വേറെ ആരല്ലോ, നമ്മുടെ ഹീറോയിൻ്റെ മോളാണല്ലോ, യോയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ ഈ ഇവളെ ഗേൾ ഫ്രണ്ട് അടുത്ത് പറയുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അത് ആ പ്രൊജക്റ്റ് വാങ്ങിയെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേൾ ഫ്രണ്ട് മാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ യോയുണ്ടല്ലോ അവളാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളെ കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഫൂ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ യോ പറയുന്നുണ്ട് ഇത് എന്ന് പറയണത് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ യോൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഫൂ പറയുന്നുണ്ട് നിൻ്റെ ബർത്ത്ഡേ നീ എന്താ എവിടെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ചോദിക്കുന്നുണ്ട് മമ്മി എവിടെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യോ പറയുന്നുണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോ പറയേണ്ടത് ഇത് എനിക്ക് വേണ്ടിയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫൂ പറയുന്നത് നീ ചുമ്മാ പറയലെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്ലേസുകളൊന്നും വരാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ നമ്മുടെ യോനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യോ പറയുന്നുണ്ട് ഇതെൻ്റെ ഗ്രാൻഡ് പാ എനിക്ക് വേണ്ടി വെച്ച പാട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫൂ ആണെങ്കിൽ അതൊന്നും കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റേ കൂട്ടുണ്ടല്ലോ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കുട്ടി, ആ കുട്ടിയാണെങ്കിൽ നമ്മുടെ യോനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ യോ പറയുന്നുണ്ട് അങ്കിൾ എന്തിനാണ് ഇങ്ങനെ എന്നെ അഡ്വൈസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് അങ്കിളെന്ന് വിളിച്ചില്ല. അപ്പോൾ നമ്മുടെ ഈ ഫോനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഫൂ ആണെങ്കിൽ നമ്മുടെ ഈ ഓരോരുത്തർ പറയുന്നുണ്ട് അങ്കിളല്ല ഡാഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് വന്ന് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ വെറുതെ ചീത്ത പറയാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ഫൂ വന്നിട്ട് പറയുകയാണ് ഇത് എൻ്റെ മോളാന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡാഡിന് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരുത്തേണ്ട ഇത് എനിക്കുണ്ടെന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നത് നിങ്ങളെന്താ ബ്ലൈൻഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ യോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബർത്ത്ഡേ പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അസിസ്റ്റൻറ്റ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഫൂ പറയാണ് ഇല്ല നിങ്ങളൊക്കെ വെറുതെ ഫേക്കായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫൂ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയാണ് ഞങ്ങൾ ഫേക്കായിട്ടൊന്നല്ല പറഞ്ഞത് ഞങ്ങൾ സത്യം തന്നെ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ യോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയൊക്കെ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അസിസ്റ്റൻറ്റ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫോണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഇനി ഹാങ്ചെങ്ങിൻ്റെ കൊച്ചുമോളിന് പറഞ്ഞത് നമ്മുടെ യോയാണെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കേക്കിലേക്ക് നെയിം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ യോയുടെ പേരായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടായി. എന്നിട്ട് പറയണം അത് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഫൂ ആണെങ്കിൽ അത് വായിക്കുന്നുണ്ട് കേട്ടോ. അത് വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴും നമ്മുടെ ഫോണാണെങ്കിൽ വിശ്വാസമാണല്ലോ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫോണാണെങ്കിൽ ഉണ്ടല്ലോ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യോനെ വീണ്ടും പിടിച്ച് വലിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ യോ പറയുന്നുണ്ട് എന്താ അങ്കിൾ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫൂ പറയുന്നുണ്ട് നിന്നോടല്ല ഞാൻ പറഞ്ഞേ എന്നെ അങ്കിളെന്ന് വിളിക്കേണ്ട ഡാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോ പറയുന്നുണ്ട് അതായത് അന്ന് ആ പാർക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫൂ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ എന്നെ ഡാഡി എന്ന് വിളിക്കേണ്ട എന്നെ അങ്കിളെന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആ കാര്യമാണെങ്കിൽ ഫോണിൻ്റെ അടുത്ത് പറയേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഫൂ പറയുന്നുണ്ട് യോ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ഈ ഫൂ ആണെങ്കിണ്ടല്ലോ ഇവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിടിക്കേണ്ട. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യോയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. അവൾ പറയുന്നുണ്ട് വിട്ട് ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫൂവിൻ്റെ അടുത്ത് പറയാണ് ആരാണ് എൻ്റെ കൊച്ചിനെ പുള്ളിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കണ സമയത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ കൈയാണെങ്കിൽ വിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ലുക്ക് കാണുന്ന സമയത്ത് നമ്മുടെ ഫൂ ആണെങ്കിൽ ആകെ ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവളുടെ ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങളാരോട് ഇൻവൈറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ആരും അങ്ങോട്ട് വരാൻ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഫോനാണെങ്കിൽ ടോട്ടൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പറയാണ് എൻ്റെ മോളെ ബുള്ളി ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫൂ പറയുന്നുണ്ട് ഞാൻ അവളുടെ ഡാഡി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണല്ലോ നമ്മുടെ
ഗേൾ ഫ്രണ്ട് അല്ലോ ഫോണിൻ്റെ. എന്നിട്ട് പറയാണ് എന്താ നിൻ്റെ ലുക്കൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നത് പറയുന്നത്, നീ ലക്ഷറി കാറിലൊക്കെയല്ല വന്നിറങ്ങിയെന്ന് പണ്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൂ പറയാണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്നെ വിട്ടു പോയിട്ട് നീ ആരെ സെഡ്യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ ഇവിടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ പറയുന്നത് നിങ്ങളെന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാനും നിങ്ങൾ തമ്മിലുള്ള റിലേഷനൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ബ്രദറുണ്ട്, ഇത് തേർഡ് ബ്രദറാണ് കേട്ടോ. ഈ ബ്രദർ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ വാങ്ങിച്ച് ചെയ്യാണ്, ഇനി മേലിൽ നീ എൻ്റെ സിസ്റ്ററെ ബുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണാണെങ്കിൽ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൂ ചോദിക്കുകയാണെങ്കിൽ ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്, സിസ്റ്ററോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് നിനക്ക് പേരൻസ് ഒന്നും ഇല്ലല്ലോ, നീ ഓഫ് നാച്ചുറൽ വളർന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ ഈ പോയ ടൈമിൽ കൊണ്ട് നീ ഇവരൊക്കെ വളച്ചെടുത്തോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണ് ഈ ബ്രദറിൻ്റെ മൊത്തം കൺട്രോൾ പോയിട്ടുണ്ട് കേട്ടോ. ജീവനാണെങ്കിൽ ഒരടി നമ്മുടെ ഫോണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, നിൻ്റെ ഹസ്ബൻഡിനെ അടിച്ചു, നീ അത് നോക്കി നിൽക്കുകയാണെന്ന് ചോദിക്കുന്നത്, നീയൊക്കെ എന്തൊരു വൈഫാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ ഈ ചക്കന്മാരൊക്കെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ദേഷ്യം വരണം കേട്ടോ. നമ്മുടെ ഹീറോയിൻ പണ്ട് ഇവൾക്ക് ടോങ്ങി വെച്ചതായിരിക്കുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഇതൊക്കെ ഇവിടെ തീർക്കുന്നുണ്ട് കേട്ടോ. ഇവള് 4 അടി വെച്ചിട്ട് ഈ പെണ്ണിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ച പക്ഷേ ആ പെണ്ണാണെങ്കിൽ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ഹീറോയിന് എത്രയ്ക്ക് ഇതൊക്കെ വന്നു എന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടി പറയാണ് എൻ്റെ അമ്മേനെ എന്തിനാണ് തല്ലിയെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ആ കുട്ടീനെ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ. എന്നിട്ട് നമ്മുടെ ഈ കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് പറയാണ് ഡാഡി മമ്മി എനിക്ക് ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫൂ എണീറ്റിട്ട് പറയാണ് ആരാണ് നിൻ്റെ ഡാഡി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി നമ്മുടെ ഫൂ ഒന്നും അവൻ്റെ ഡാഡി എന്നല്ല കേട്ടോ. എന്നിട്ട് പറയണം എൻ്റെ ഡാഡി നീ കോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫൂവിന് മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ഉണ്ടല്ലോ അവൻ വരുന്നുണ്ട് കേട്ടോ. ആൾ വന്നു കഴിഞ്ഞിട്ട് പറയാണ് എൻ്റെ കൊച്ചുമോളെയും എൻ്റെ മോളെയും ആരോട് ബുള്ളി ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലിറ്റിൽ പ്രിൻസസ്സാണ് ഞങ്ങളുടെ കൊച്ചുമോളിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ കേട്ടോ. എന്നിട്ട് പറയാണ് ഇത്ര നാൾ നീ എൻ്റെ മോളെ ട്രീറ്റ് ചെയ്ത് എങ്ങനെ നിനക്ക് ഓർമ്മയുണ്ടോ വെച്ചിട്ടുണ്ട്, ഒരു സർവൻറ്റിനെ പോലെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫോണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി പറയുകയാണ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് ഇടാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനി തമ്മിൽ ഒരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫോണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ ഫോണ് ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഫോണിൻ്റെ കമ്പനിയിലുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പറയുന്നുണ്ട് വൈഫ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിനാണ് കേൾക്കാനുള്ള എന്നിട്ട് പറയുന്നത് ഇവർ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ യാൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ തേർഡ് അങ്കിൾ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ 3ാമത്തെ ബ്രദർ വന്നിട്ട് പറയാണ് അത് നിന്ന് തേർഡ് അങ്കിളാണ് നീ ലിറ്റിൽ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയിലുണ്ട്, സെക്യൂരിറ്റി വന്നിട്ട് നമ്മുടെ ഫോനാണെങ്കിൽ പിടിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ പക്കം വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ശരിക്കും ഒരു വേസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ പെണ്ണുണ്ടല്ലോ ഗേൾ ഫ്രണ്ട്, ഇവളാണെങ്കിലല്ലോ നമ്മുടെ ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇത്ര പെട്ടെന്ന് ഇവള് ഇത്ര വെൽത്തി ഫാമിലിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ അവൾക്ക് ഉണ്ടോന്നാണ് ചോദിക്കണത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഫോനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ഫോണാണെങ്കിലല്ലോ ഈ പെണ്ണിൻ്റെ അടുത്ത് പറയാണ് ഇതിനെല്ലാ കാരണക്കാരും നീയാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ ലൈഫിലേക്ക് വന്ന കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവളെയും കുട്ടീനൊക്കെ അവോയ്ഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫൂ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ പെണ്ണിനെ പിടിച്ച് തള്ളണത്. എന്നിട്ട് പറയാണ് നീ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കണ്ടുപോകരുത്, നീയും നിൻ്റെ കുട്ടി വേഗം പൊക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതിന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ഈ കുട്ടിയാണെങ്കിൽ ഡാഡിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫൂ പറയണ്ടേ നിന്നോടല്ല ഞാൻ പറഞ്ഞ എൻ്റെ ഡാഡിനെ വിളിക്കണേ, ഞാൻ നിൻ്റെ ഡാഡി എന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ നീ നിൻ്റെ അമ്മയും എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മറ്റേ ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ്റെ സ്വഭാവം മൊത്തത്തിൽ ചേഞ്ച് ആയല്ലോ. അപ്പോഴേക്കും നമ്മുടെ ഫോണാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ. കോൾ വന്നിട്ട് പറയണ എത്ര വേഗം നീ ഓഫീസിലേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ മൊത്തത്തിൽ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് വരേണ്ട. ഓഫീസിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലിത്തെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഓഫീസിലത്തെ പ്ലേസിലേക്ക് ഇരിക്കണ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഫോണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് അയാൾ പറയുന്നുണ്ട് നമ്മുടെ ഹാങ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലത്തെ ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ നേരെ ഇവൻ്റെ ഡാഡിയുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഡാഡി ആണെങ്കിൽ ഇങ്ങനെ ഫയർ ചെയ്യാറുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ കാരണം ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ നിൻ്റെ വൈഫിനെയും കുട്ടീനെ നല്ല രീതിയിൽ നോക്കാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ എന്ന് പറയുന്നുണ്ട്. ഇനി എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഫൂ ആണെങ്കിൽ ആലോചിച്ചിട്ട് ഡാഡിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് എല്ലാത്തിനും ഉത്തരവാദിത്വം ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് ചെയ്യേണ്ടത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫൂ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് കമ്പനീനെ അല്ല എന്നെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എത്രയും വേഗം ഞാൻ ഷിന്നിനെ കണ്ടിട്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അവളെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുവരണം അവളി മോളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഡാഡി പറയുന്നുണ്ട് ഞാനും വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിൻ്റെ കൂടെ, ഞാനും വന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും കുട്ടീനെ കണ്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദേഴ്സ് ഉണ്ടല്ലോ കുട്ടിക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ബോഡി ഗാർഡ്സിനോട് ആളെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുട്ടി പറയാണ് യോ മമ്മി ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഫസ്റ്റത്തെ അങ്കിൾ വന്നിട്ട് നമ്മുടെ കുട്ടീനെ എടുത്ത് പൊക്കിയിട്ട് പറയാണ് യോ നിനക്ക് എന്ത് വേണമെങ്കിലും അങ്കിളിനോട് പറഞ്ഞാൽ മതി, അങ്കിൾ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട്. മോളിങ്ങനെ ആരും പുള്ളി ചെയ്യാൻ അങ്കിൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യോൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യോയ്ക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയണ വാ നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഈ ഫൂ ആണെങ്കിലോ വൈഫിനെ വിളിച്ചുകൊണ്ട് കുറച്ച് ടോയ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തേർഡ് ബ്രദറാണെങ്കിൽ തടയുന്നിട്ട് പറയാണ് അല്ല നീ ആയിട്ടുള്ള റിലേഷൻ പണ്ട് അവസാനിച്ചത് എൻ്റെ സിസ്റ്റർ പിന്നെ എന്തിനാ നീ വരണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഫൂ പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തേർഡ് ബ്രദർ പറയണ്ടേ നിന്നിവിടെ അലോവിടെ ആക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ സിസ്റ്റർ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളായിട്ടുള്ള എല്ലാ റിലേഷൻ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടല്ല വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്നെ കാണാൻ വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഫൂ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഫൂ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ചാൻസ് ഒരുപാടുണ്ടായിരുന്നാണ് പക്ഷെ നിങ്ങൾ തിരിച്ചു വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൂ പറയുന്നുണ്ട് സോറി വൈഫ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വൈഫെന്ന് കോൾ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ വൈഫല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇവനാണെങ്കിലോ തന്നെ മുഖത്ത് അടിച്ചിട്ട് പറയുകയാണ് ഞാൻ റോങ് ആണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഇവൻ്റെ ഡാഡി വന്നിട്ട് സംസാരിക്കേണ്ട യോ മമ്മീനെയും അച്ഛനെയും ഒന്നിപ്പിക്കേണ്ടത് മോളെന്ന് പറയുന്നുണ്ട്. അച്ഛന് ഒരുപാട് ഇഷ്ടമാണ് മോളെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ് മോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഗ്രാൻഡ് നല്ല വഴക്ക് അച്ഛനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫൂ പറയുന്നുണ്ട് യോ തിരിച്ചു വായോ മോളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ മോൾക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്ര വർഷമായിട്ട് നിങ്ങൾ എൻ്റെ മോൾക്ക് ഇതുവരെ ഒരു ഗിഫ്റ്റ് പോലും വാങ്ങി കൊടുത്തോളെന്ന് പറയുന്നുണ്ട്. എന്തിന് നിങ്ങൾ എൻ്റെ മോളാണെങ്കിൽ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഡാഡിന്ന് കോൾ ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല, അതായത് അങ്കിളിന് കോൾ ചെയ്യാനാണ് പറഞ്ഞതെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്തിനാ വരണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവിടെ ബ്രദേഴ്സാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദേഴ്സ് പറയുകയാണ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഹീറോയിനോട് അത് ഹാൻഡിൽ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിലോ മുട്ട് കുത്തിയിട്ട് സോറി പറയാൻ കേട്ടോ. സോറി വൈഫ് എന്ന് പറയുന്നുണ്ട് ഇനി എൻ്റെ മേലെ അങ്ങനെ ഒരു തെറ്റൊന്നുണ്ടാവില്ല, ഞാൻ അവൾക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം നമുക്ക് ഹോമിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ തേർഡ് ബ്രദർ ഉണ്ടല്ലോ ആൾ പോയിട്ടുണ്ട്. എൻ്റെ ആൾ പറയാണ് നീയൊന്ന് ഇവിടുന്ന് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനു പറയുന്നുണ്ട് ബ്രദർ പൊക്കോന്ന് പറയുന്നുണ്ട്, ഞാനിത് ഹാൻഡിൽ ചെയ്താന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇയാൾ കൂടെ തിരിച്ചു പോകില്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഫൂ പറയുന്നുണ്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വീടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെൻ്റെ വീടല്ല നിങ്ങളുടെ വീടാന്ന് പറയുന്നുണ്ട്, ഞാനൊരു ദിവസം പോലും നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും താമസിച്ചിട്ടുണ്ടായിരിക്കുക, അത് റെൻറ്റ് കാര്യങ്ങളൊക്കെ അവളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവള് പറയാണ് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക, നിങ്ങളെന്നെ ഇതുവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് റിലേഷൻ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനും ആ മോനല്ലേ, അതായത് എൻ്റെ മോളെ പോലും നിങ്ങൾ
ശരിക്കും കെയർ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്രദേഴ്സാണെങ്കിൽ ഉണ്ടല്ലോ, അവരാണെങ്കിൽ മുകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് ബ്രദറിന് ദേഷ്യം വന്നിട്ട് അവനിട്ട് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ബ്രദർ പറയുന്നുണ്ട് നീ അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹീറോയിൻ അതൊക്കെ ഹാൻഡിൽ ചെയ്തോളെന്നും പറയുന്നുണ്ട്, അവൾക്ക് അതിനുള്ള പക്വതൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് ബ്രദർ പറയാണ് അവൾ ഇനി അവൻ്റെ കൂടെ പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ ബ്രദർ പറയുന്നുണ്ട് ഇല്ല അവളിങ്ങനെ ഒരിക്കലും അവൻ്റെ കൂടെ പോകില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ വേണമെങ്കിൽ കണ്ടോ എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്കിപ്പോൾ ശരിയല്ല തെറ്റെന്ന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ബ്രദറും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് ബ്രദറും ഒന്ന് ഇതാവുന്നുണ്ട്. എന്നിട്ട് തേർഡ് ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി നിങ്ങൾ എൻ്റെ പിന്നിൽ കൂടെ വരണ്ടെന്ന് പറയുന്നുണ്ട്, അതായത് നമ്മൾ തമ്മിലുള്ള എല്ലാ റിലേഷനും അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൈ കയറി പിടിച്ചിട്ട് സോറി പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ആ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു ഫ്ലവർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണിച്ചിട്ട് ഫോന് പറയാണ് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഫോനാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ കേട്ട് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ആലോചിക്കാണ് 10 വർഷം ഇവൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും നോക്കിയിട്ടുണ്ടായിരിക്കില്ല, ഇവനായിരിക്കും കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇവനെ മറന്നാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ പെണ്ണുണ്ടല്ലോ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്, അവളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇവൾക്ക് സൈക്കിൾ എന്നിട്ട് ഇവൾ പറയുന്നത് നിനക്ക് നല്ലൊരു ലൈഫ് വേണ്ടെന്ന് പറയുന്നുണ്ട്, നീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ കാറടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ആണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മാറ്റിയിട്ട് അവനാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഫോനായിരിക്കും വണ്ടി ഇടിക്കണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അവൾ നോക്കിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് അവിടെ വീടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിനൊക്കെ ഭയങ്കര ഷോക്കാവുന്നുണ്ട്, ഹീറോയും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ ആ പെണ്ണുണ്ടല്ലോ ആ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത്, ആ പെണ്ണിനാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൈ കൊണ്ടാണല്ലോ അതായത് ഇവ മരിക്കാൻ പോണത്. ഇവൾക്ക് ആ ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ് ഫോനെ, അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനും അവനും തെറ്റിപ്പിക്കാൻ നോക്കിയത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവള് ആകെ പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പെണ്ണിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരാണെങ്കിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ നീ എൻ്റെ സിസ്റ്ററെ കൊല്ലാൻ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനാണെങ്കിൽ പിടിച്ച് നല്ല അട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഫോണുണ്ട് കേട്ടോ. ഫോണാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും അതുപോലെ കുട്ടീനും വിചാരിച്ച് ആലോചിക്കാണ് കേട്ടോ. അതായത് ഇനി അവർ തിരിച്ചു വരില്ലെന്നൊക്കെയാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യോയുണ്ടല്ലോ, യോയും അതുപോലെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഈ ഫോനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ യോയാണെങ്കിൽ ഡാഡിനെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടല്ലോ ആ പെണ്ണിനാണെങ്കിൽ പിടിച്ചിട്ട് അടിക്കാൻ കേട്ടോ നമ്മുടെ ബ്രദേഴ്സിൻ്റെ ബോഡി ഗാർഡ്സൊക്കെ. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഹാങ് ഫാമിലി തൊട്ട് കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും ഏഞ്ചലാണ് ഞങ്ങളുടെ സിസ്റ്റർ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ സിസ്റ്ററെ കണ്ടു കിട്ടിയത്, എന്നിട്ട് അവളെ തന്നെ നീ കൊല്ലാൻ നോക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നീയാണ് അവളുടെ ലൈഫ് ഇങ്ങനെയാക്കി തീർത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ ഭയങ്കര ഇതിലൂടെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ എന്തിനു വേണ്ടതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് നല്ല ആഡംബരത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, നിനക്ക് നല്ല ജീവിതം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബ്രദർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിൻ്റെ കുട്ടീനുണ്ടല്ലോ ഞാൻ അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവളെടുത്ത് പറയാണ് നിന്നെ ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ നിൻ്റെ കുട്ടീനെ കണ്ടാണ്ട് നീ അവിടെ നിന്നോ എന്ന് പറയുന്നുണ്ട്, നീയും വേദന എന്താണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ പെണ്ണാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര വിഷമം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് പറയാണ് പ്ലീസ് എൻ്റെ മോനെ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് അനാഥാലയത്തിലാക്കലെന്നൊക്കെ പറയുന്നുണ്ട്, സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ബ്രദറാണെങ്കിൽ കേൾക്കണേ, ബ്രദർ പറയണമെങ്കിൽ വിളിക്കിട്ട് നല്ലത് കൊടുത്തെന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ എത്രയും വേഗം എൻ്റെ ഹോസ്പിറ്റലിലാക്കിക്കോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ അവിടെ നിന്ന് പോകണ്ടിട്ട് അങ്ങനെ അവൾക്കുള്ള ശിക്ഷ ബ്രദർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോനാണ് കാണിക്കുന്നത് കേട്ടോ. യോനാണെങ്കിൽ നമ്മുടെ ഫോണിൽ സംസാരിക്കുകയാണ്, ഡാഡിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ഫോണാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പറയുന്നുണ്ട് ഡാഡിനെ വിട്ട് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. ഡാഡി മോൾക്ക് നല്ലൊരു ലൈഫ് തരാമെന്ന് പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ ഡാഡി വാങ്ങിത്തരാം, ഡാഡി ഒരിക്കലും മോള് വഴക്ക് പറയുമോ അതുപോലെ തന്നെ ഒരാളും ബുള്ളി ചെയ്യാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫോണാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോള് ഡാഡിയുടെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യോയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അടുത്ത് പറയാണ് ഇല്ല ഡാഡി, യോ ആണെങ്കിൽ ഓൾറെഡി തന്നെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട്. യോ
മമ്മി പിന്നെ ന്യൂ ഫാദർ, അതായത് നമ്മുടെ ഹീറോനെയാണ് പറയണത് കേട്ടോ. എന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ യോനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ മുന്നേ തൊട്ട് നമ്മുടെ യോൻ്റെ കാര്യങ്ങൾ നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് പറയാണ് ഡാഡിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗുഡ് ബൈ ഡാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ യോയാണെങ്കിൽ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഫോനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. എന്നിട്ട് യോ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ യോയുടെ കുറച്ച് ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ യോയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പടം വരച്ച് കാണിച്ചു കൊടുക്കും ഡാഡി നോക്കാൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഡാഡി നമുക്ക് പാർക്കിൽ പോകുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഫോണാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. എന്നിട്ട് പറയാണ് ഞാൻ ശരിക്കും ലോസ്റ്റ് ചെയ്ത് എൻ്റെ വൈഫിനും എൻ്റെ കുട്ടീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും നമ്മുടെ യോയും ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫോണാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നത്. അപ്പോൾ ഈ ഒരു സീനോട് കൂടി തന്നെ നമ്മുടെ ഈ ഡ്രാമ എൻ്റെ ആവണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.